സന്തോഷേട്ടാ, നിങ്ങള് രാവിലെ തന്നെ മൊബൈല് തോണ്ടി കളിക്കാൻ തുടങ്ങിയോ? ഇല്ല ഗിരിജെ, ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ. ഇതുവരെ ചെടി എനിക്കായിരുന്നു. രാവിലെ തന്നെ അടുക്കളയിൽ എന്തെല്ലാം പണിയുണ്ട് സന്തോഷേട്ടാ. മുമ്പൊക്കെ നിങ്ങളെന്നെ സഹായിക്കുന്നില്ലേ? ഒക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ? ഞാൻ ചെയ്താ വീട് പോകട്ടോ. നീ ബേജാറാക്കില്ലേ? ഞാനൊരു കൊറിയൻ ഷോർട്ട് ഫിലിം കാണുകയായിരുന്നു. എന്താ രസം! ആകെ 2 മിനിറ്റേ ഉള്ളൂ, എന്നാലും 2 മണിക്കൂർ സിനിമ കണ്ടാലും ഗംഭീരം. ഉഷാർ. കൊറിയ ആയാലും ചൈന ആയാലും പണിയൊക്കെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനല്ലേ? ഏയ് ഇല്ലില്ല, ഞാൻ ഇപ്പൊ അങ്ങ് എത്തിയിരിക്കും. ഞാൻ ഗൂഗിളിൽ ചില കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യായിരുന്നു. ഈ ഗൂഗിൾ ഉണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കിട്ടുന്നത്. ഈ ഗൂഗിൾ കണ്ടുപിടിച്ചവർക്ക് സ്തുതി. ഗൂഗിള് കണ്ടുപിടിച്ചവർക്കല്ല, നിങ്ങൾ എനിക്കാണ് സ്തുതി പറയേണ്ടത്. എല്ലാം ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടേ വെക്കുന്നില്ലേ? ഗിരിജ, നീ വിഷമിക്കണ്ടെന്ന്. ഒരു 5 മിനിറ്റ് ഞാനിപ്പോ അടുക്കളയിൽ എത്തിയിരിക്കും. ഈ പുറം വേദനയ്ക്ക് എന്ത് മരുന്നാ തേക്കേണ്ടതെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറ്. ഗൂഗിള് കൃത്യമായിട്ടൊരു ചിത്രം തരും. പുറം വേദനയ്ക്ക് മുറിവെണ്ണ തേച്ച് പിടിപ്പിച്ച് അത് ചൂടുവെള്ളം പിടിച്ചാൽ മതി. അതിന് ഗൂഗിളും ഒന്നും വേണ്ട, അത് ഇവിടെ തന്നെ ഉണ്ട്. ഓ, നിങ്ങളെ കോയ ചങ്ങായി ഏതാ വരുന്നേ? ഇനി നിങ്ങളെ 1 മണിക്കൂർക്ക് കിട്ടൂല. ഞാൻ അടുക്കളയിലേക്ക് പോവുക. ചേട്ടാ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മൊബൈലിൽ കളിച്ചിരിക്കല്ലേ? ഇല്ലില്ല, ഇപ്പൊ നോക്കിയുള്ളൂ. അല്ല, ഇനി നടക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് കാര്യമായിരിക്കല്ലേ? ഇപ്പൊ എങ്ങനെ നടത്തൊക്കെ? കുറെ നടന്നോ? ഇല്ല, 2 കിലോമീറ്റർ നടന്നു. അപ്പോഴേക്കും ഭയങ്കര കിതപ്പ്. സന്തോഷത്തിനെ കണ്ടാല് മനസ്സിനൊരു സുഖല്ലേ, അപ്പൊ കൂടെ കയറി. പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടു വർത്താനങ്ങള്? വീട്ടില് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ നിങ്ങൾ വിദേശ സിനിമകളൊക്കെ കാണാറില്ലേ? പിന്നെ അല്ലാണ്ട് ഇന്നൊരു കൊറിയൻ ഷോർട്ട് ഫിലിം കണ്ടു. എന്താ അത്! ഉഷാർ. മനുഷ്യബന്ധങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം അതിൽ വരച്ചിട്ടിട്ടുണ്ട്. അതല്ല, നിങ്ങളെ ഗൂഗിൾ ഇപ്പൊ എന്ത് പറയുന്നു? ഗൂഗിള് ഒരു സംഭവം തന്നെയാണ്. എന്തൊക്കെയാണ് അതിൽ കിട്ടിയത്? ഇപ്പൊ ചൂട് വല്ലാതെ കൂടുന്നുണ്ടല്ലേ? അതെ, ഒരു രക്ഷയില്ല സന്തോഷേട്ടാ. 10 മിനിറ്റ് നടക്കുമ്പോ ശരീരം ആകാണ്ട് വിയർക്കും. ഈ ആഗോള താപനില എല്ലാ നാടിനെയും ബാധിക്കുന്നുണ്ട് കേട്ടോ. വനനശീകരണം, പരിസര മലിനീകരണം, ഇവയൊക്കെ നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നാള് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഒരു ബ്രിട്ടീഷ് ജേർണലിൽ വന്നൊരു വാർത്ത അതിഭീകരാണ്. നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്ന ആരോടാ ചോദിക്കുന്നത്? നാട് എങ്ങോട്ട് പോയിക്കോട്ടെ സന്തോഷേട്ടാ, ഞാനിപ്പോ പോയിക്കോട്ടെ. ആയിക്കോട്ടെ.